നമസ്കാരം, ഞാൻ റോബിൻ അലക്സാണ്ടർ. മാർച്ച് 8, 2026 ഈ ദിവസം കഴിഞ്ഞാൽ കാനഡയിലെ ഒരു വലിയ പ്രവിശ്യയിൽ ക്ലോക്ക് ഇനി ഒരിക്കലും പിന്നോട്ട് തിരിക്കില്ല. അതെ, വർഷത്തിൽ 2 തവണ സമയം മാറ്റുന്ന ഡേലൈറ്റ് സേവിംഗ് ടൈം ബ്രിട്ടീഷ് കൊളംബിയ അത് സ്ഥിരമായി അവസാനിപ്പിക്കാൻ പോകുന്നു. പക്ഷെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഇപ്പോൾ? കാനഡയിലെ പസഫിക് കോസ്റ്റിലുള്ള വലിയ പ്രവിശ്യയാണ് ബ്രിട്ടീഷ് കൊളംബിയ. വാങ്കൂവർ, വിക്ടോറിയ, കെലോണ തുടങ്ങിയ നഗരങ്ങൾ ഉൾപ്പെടെ ഏകദേശം 5 മില്യൺ ആളുകൾ ഇവിടെ താമസിക്കുന്നു. സാധാരണയായി ഓരോ വർഷവും 2 തവണ സമയം മാറ്റാറുണ്ട്. മാർച്ചിൽ ക്ലോക്സ് 1 മണിക്കൂർ മുന്നോട്ട് പോകും. നവംബറിൽ വീണ്ടും 1 മണിക്കൂർ പിന്നോട്ട് വരും. പക്ഷെ ഇനി അത് മാറാൻ പോകുന്നു. BC സർക്കാർ ഒരു വലിയ തീരുമാനമെടുത്തിട്ടുണ്ട്. 2026 മാർച്ച് 8-ന് ക്ലോക്സ് മുന്നോട്ട് മാറ്റിയ ശേഷം അതിനുശേഷം വീണ്ടും പിന്നോട്ട് മാറ്റില്ല. അത് അർത്ഥം ഡേലൈറ്റ് സേവിംഗ് ടൈം ഇനി സ്ഥിരമായിരിക്കും. ഈ തീരുമാനത്തിന്റെ പിന്നിലെ കഥ ഇന്ന് തുടങ്ങിയതല്ല. 2019-ലാണ് ആദ്യമായി ബ്രിട്ടീഷ് കൊളംബിയ സർക്കാർ ഒരു നിയമം പാസാക്കിയത്. ആ നിയമം പറയുന്നത് വളരെ ലളിതമാണ്. പ്രവിശ്യയ്ക്ക് പെർമനന്റ് ഡേലൈറ്റ് സേവിംഗ് ടൈം അവതരിപ്പിക്കാൻ അധികാരമുണ്ടെന്ന്. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. BCയുടെ പ്രധാന വ്യാപാര ബന്ധം അമേരിക്കയിലെ 3 സംസ്ഥാനങ്ങളുമായാണ്: വാഷിംഗ്ടൺ, ഓറഗൺ, കാലിഫോർണിയ. ഈ സംസ്ഥാനങ്ങൾ സമയം മാറ്റുന്നത് തുടർന്നാൽ BC മാത്രം മാറ്റാതിരുന്നത് വലിയ കുഴപ്പമാകും. കാരണം ദിവസേന ആയിരക്കണക്കിന് ആളുകൾ US-BC അതിർത്തി കടക്കുന്നു. ഫ്ലൈറ്റ് സ്കെഡ്യൂൾ, ബിസിനസ് മീറ്റിംഗ്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ടൈമിംഗ്, ക്രോസ് ബോർഡർ ട്രാവൽ എല്ലാം സമയം വ്യത്യാസം കാരണം അവ്യക്തമാകും. അതുകൊണ്ട് BC സർക്കാർ വർഷങ്ങളായി ഒരു നിലപാടെടുത്തിരുന്നു. US വെസ്റ്റ് കോസ്റ്റ് സ്റ്റേറ്റ്സ് സമയം മാറ്റുന്നത് നിർത്തിയാൽ BCയും പെർമനന്റ് ഡേലൈറ്റ് ടൈം സ്വീകരിക്കും. പക്ഷേ വർഷങ്ങൾ കടന്നുപോയിട്ടു. അമേരിക്കയിൽ ആ തീരുമാനം ഇപ്പോഴും ഫെഡറൽ തലത്തിൽ പാസ്സായിട്ടില്ല. ഇതിനിടയിൽ BC സർക്കാർ ഒരു വലിയ പബ്ലിക് കൺസൾട്ടേഷൻ നടത്തി. ആയിരക്കണക്കിന് ആളുകൾ അഭിപ്രായം പറഞ്ഞു. ഫലം വളരെ വ്യക്തമായിരുന്നു. 93% ആളുകളും ഒരു കാര്യമാണ് പറഞ്ഞത്: വർഷത്തിൽ 2 തവണ ക്ലോക്സ് മാറ്റുന്നത് നിർത്തണം. പക്ഷെ ഇവിടെ ഒരു വലിയ കാര്യമാണ്, പലർക്കും ഇനിയും പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. പെർമനന്റ് ഡേലൈറ്റ് സേവിംഗ് ടൈം വന്നാൽ വിന്റർ മോർണിംഗ്സ് വളരെ മാറും. ഇപ്പോൾ വാങ്കൂവറിലെ ഡിസംബർ മാസത്തിൽ സൂര്യോദയം ഏകദേശം 8 മണിക്ക് ശേഷമാണ്. പക്ഷെ ക്ലോക്സ് പിന്നോട്ട് മാറ്റാതെ പോയാൽ അത് ഏകദേശം 9 മണിക്കടുത്താകാം. അതെന്താണ് അർത്ഥം? രാവിലെ 8 മണിക്ക് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, ജോലിക്ക് പോകുന്ന ആളുകൾ, പുറത്ത് ഇനിയും ഇരുട്ടായിരിക്കും. അതിനാലാണ് ഈ തീരുമാനം ചിലർക്കിടയിൽ വിവാദമായത്. BC പ്രീമിയർ ഡേവിഡ് EB പറഞ്ഞത് ഇതാണ്: വർഷത്തിൽ 2 തവണ ക്ലോക്സ് മാറ്റുന്നത് മനുഷ്യരുടെ ആരോഗ്യത്തെയും ജീവിതക്രമത്തെയും ബാധിക്കുന്നു. സ്ലീപ്പ് എക്സ്പേർട്സ് പോലും പറയുന്നു ടൈം ചേഞ്ച് സംഭവിക്കുന്ന ദിവസങ്ങളിൽ സ്ലീപ്പ് ഡിസ്റപ്ഷൻ, ഹാർട്ട് അറ്റാക്ക് റിസ്ക്, റോഡ് ആക്സിഡന്റ് കൂടാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് പലർക്കും ഈ തീരുമാനം വലിയ ആശ്വാസമാണ്. പക്ഷെ എല്ലാവരും ഇതിനെ പിന്തുണക്കുന്നില്ല. ചില വിദ്യാഭ്യാസ വിദഗ്ധർ പറയുന്നു വിന്റർ മോർണിംഗ്സ് കൂടുതൽ ഇരുണ്ടാകുന്നത് കുട്ടികൾക്ക് അപകടകരമായേക്കാം. സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയാണ് നടക്കുന്നത്. ചിലർ പറയുന്നു ഫൈനലി ഇനി ക്ലോക്സ് മാറ്റേണ്ട. മറ്റു ചിലർ ചോദിക്കുന്നു, രാവിലെ 9 മണിക്ക് സൺറൈസ് ആണെങ്കിൽ അത് ശരിയായ തീരുമാനമാണോ? ഇപ്പോൾ അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 2026 മാർച്ച് 8-ന് BC ക്ലോക്സ് 1 മണിക്കൂർ മുന്നോട്ട് പോകും. അത് പതിവ് പോലെ തന്നെ. പക്ഷേ നവംബർ വരുമ്പോൾ മറ്റൊരു മാറ്റമുണ്ടാകും. മറ്റിടങ്ങളിൽ ക്ലോക്സ് പിന്നോട്ട് പോകുമ്പോൾ ബ്രിട്ടീഷ് കൊളംബിയ അത് ചെയ്യില്ല. അതോടെ BC പെർമനന്റ്ലി UTC 7 ടൈം സോണിൽ തുടരും. അതിന്റെ ഫലമായി വിന്റർ മാസങ്ങളിൽ BC വാഷിംഗ്ടൺ, ഓറിഗൺ, കാലിഫോർണിയ എന്നിവയേക്കാൾ 1 മണിക്കൂർ മുന്നിലായിരിക്കും. ഇത് ബിസിനസ് ടൈമിംഗ്, ട്രാവൽ സ്കെഡ്യൂൾ ഇതെല്ലാം കുറച്ചൊക്കെ മാറ്റാനിടയാക്കാം. അതുകൊണ്ട് സാമ്പത്തിക വിദഗ്ധർ പോലും ഈ മാറ്റത്തിന്റെ ലോങ് ടേം ഇഫക്റ്റ് ശ്രദ്ധയോടെ നോക്കണം എന്നാണ് പറയുന്നത്. ഒരു ചെറിയ ക്ലോക്ക് ചേഞ്ച് പോലെ തോന്നാം, പക്ഷെ അതിന്റെ പിന്നിൽ ആരോഗ്യം, സാമ്പത്തികം, സമൂഹത്തിന്റെ ജീവിത രീതി എല്ലാം ഉൾപ്പെട്ട ഒരു വലിയ തീരുമാനമാണിത്. അപ്പോൾ ചോദ്യം ഇതാണ്: സമയം മാറ്റുന്നത്, നിർത്തുന്നത് മനുഷ്യരുടെ ജീവിതം എളുപ്പമാക്കുമോ? അല്ലെങ്കിൽ ഇത് ഇനിയും നമ്മൾ കാണാത്ത ഒരു പുതിയ പ്രശ്നത്തിന്റെ തുടക്കമാണോ?